അതിശയകരമെന്ന് പറയട്ടെ, അമേരിക്കയിൽ പത്രങ്ങൾ തിരിച്ചുവരവിന്റെ പാതയിലാണ്. എന്ന് പറഞ്ഞാൽ പത്രങ്ങളുടെ പ്രാധാന്യം അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ആദ്യത്തെ ഒന്നാം ഭരണകാലത്ത് ട്രംപ് പത്രങ്ങളെയും മാധ്യമങ്ങളെയും മൊത്തം ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ഫേക്ക് ന്യൂസ് എന്നുള്ള ആ പരാമർശം അധികം കാണുന്നില്ല. അത് ഫേക്ക് ന്യൂസാണ്, ഡിസ്മിസീവാണ്. പത്രങ്ങളെ മാധ്യമങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ഒരു പരിപാടി അതായിരുന്നു ഒന്നാം ഭരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. പക്ഷേ ഇപ്രാവശ്യം അത് പുച്ഛിച്ചു തള്ളുന്ന ഒരു സ്ഥിതി കാണുന്നില്ല. പത്രങ്ങൾ ട്രംപിനെതിരെ ശക്തമായിട്ട് ട്രംപ് ഭരണകൂടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ കാണണമെങ്കിൽ അത് പത്രങ്ങൾ വായിക്കണം. പത്രങ്ങൾ വായിക്കുമ്പോൾ അവയിലെല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ പത്രങ്ങൾക്ക് പ്രാധാന്യം വരുന്നതിന് ചില കാര്യങ്ങളുണ്ട്. ഈ ട്രംപും ഭരണമേറ്റിട്ട് 2 മാസമേ ആയുള്ളൂ എന്ന് പറഞ്ഞാലും അവർ ചെയ്യാത്ത കാര്യങ്ങളില്ല. ഒരുവിധപ്പെട്ട കാര്യങ്ങളിൽ ഇമിഗ്രൻ്റ് കമ്മ്യൂണിറ്റി എല്ലാം പേടിച്ച് പറിച്ചിരിക്കുന്ന, ആരെയാണ് എപ്പോഴാണ് പിടികൂടുക എന്നറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആളുകളുടെ എല്ലാം സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു ശക്തമായൊരു ഭരണകൂടം വരുമ്പോൾ ആളുകൾ പ്രതീക്ഷ വെക്കുന്നത് ശക്തമായൊരു പ്രതിപക്ഷത്തെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ശക്തമായൊരു പ്രതിപക്ഷം കാണാനേ ഇല്ല. ഡെമോക്രാറ്റുകൾ എവിടെ പോയിന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നതല്ലാതെ ഈ ഷൂമർ മൈനോറിറ്റി ലീഡർ, സെനറ്റിലെ മൈനോറിറ്റി ലീഡർ ഷൂമർ ഒന്ന് പറയുന്നു, നാൻസി പെലോസി മുൻ സ്പീക്കർ അവർ വേറൊന്ന് പറയുന്നു, ബെർണി സാൻഡേഴ്സും AOCയും വേറൊന്ന് പറയുന്നു. ഇങ്ങനെ ആരും ഈ കമലാ ഹാരിസ് ആണെങ്കിൽ രംഗത്തൊട്ടില്ലതാനും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശക്തമായൊരു എതിർപ്പ് ട്രംപ് ഭരണകൂടത്തിനെതിരെ ഇതുവരെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇത്രയും നേരെ മറിച്ച് ഈ കോൺഗ്രസ് അംഗങ്ങളൊക്കെ നടത്തുന്ന ടൗൺ ഹാൾ മീറ്റിങ്ങുകളിൽ ജനങ്ങളെല്ലാം ചെന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് പല ഭാഗത്തും. പ്രത്യേകിച്ച് ജോലി പോയവർ, ജോലി പോകുന്ന പേടിയുള്ളവർ, അതുപോലെ തന്നെ ഈ തങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും നിർത്തലാക്കി കളയുമെന്നുണ്ട് പേടിയുള്ളവർ, പല ഡിപ്പാർട്ട്മെൻറ്റുകൾ പിരിച്ചുവിടുക അല്ലെങ്കിൽ പല പ്രോഗ്രാമുകൾ ഇല്ലാതാക്കി കളയുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് അഫക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്തിന് സോഷ്യൽ സെക്യൂരിറ്റിയോ മെഡിക്കെയ്ഡോ പോലും നിർത്തിക്കളയും, അല്ലെ അതിന് ആനുകൂല്യങ്ങൾ കുറയ്ക്കും എന്നുള്ള ആ ഭീതി വന്നതോടുകൂടി ആ വിഭാഗം ആളുകളും ഒക്കെ പ്രതിഷേധമായിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിഷേധങ്ങളൊന്നും ശക്തമായിട്ട് മുതലെടുക്കാനോ ഉപയോഗപ്പെടുത്താനോ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കഴിയുന്നില്ല. അതിന് ഒരു മുൻനിര നേതൃത്വം കൊടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. കാരണം അതിനെപ്പറ്റി ആളുകളൊന്നും അവിടെ ഇല്ല. ഉണ്ടായിരുന്ന ആ പാട് ഒരു പുളിച്ച ചിരിയും ചിരിച്ചുകൊണ്ട് നടന്നിരുന്ന കമലാ ഹാരിസാണ്. ശക്തമായൊരു നേതൃത്വം കൊടുക്കാനായിട്ടുള്ള കഴിവ് അവർക്കില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പിന്നെയുള്ളത് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസമാണ്. അദ്ദേഹമാണ് ഈ തീവ്ര ഇടതുപക്ഷത്തിൻ്റെ AOCയുടെ അതേ ഗണത്തിൽപ്പെടുന്ന ആളാണ്. ഒരുവിധപ്പെട്ട അബേർഷനും LGBTQ ഒക്കെയാണ് അദ്ദേഹത്തിനുമൊക്കെ പ്രാമുഖ്യമുള്ള വിഷയങ്ങൾ. അതൊക്കെയാണ് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 7.5 ലക്ഷം ജനങ്ങൾ വഴി കിടക്കുന്ന, അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വഴി കിടക്കുന്ന കാലിഫോർണിയയിലാണ്. അതൊന്നും പ്രശ്നമല്ല, അതൊന്നും പരിഹരിക്കാനുള്ള ശ്രമമില്ല. LGBTQവും അബേർഷനും, ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡെമോക്രാറ്റിക് പാർട്ടിക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് അവർക്കറിയാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. അപ്പം ഡെമോക്രാറ്റിക് പാർട്ടിയെ തൽക്കാലത്തേക്ക് എഴുതി തള്ളാം, ഇനി ശക്തമായൊരു നേതാവും നേതൃത്വമൊക്കെ വരുന്നത് വരെ. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ ഒരു വോയിഡ്, അവിടെ ഒരു അനിശ്ചിതത്വവും തന്നെ ഒരു വാക്യമുണ്ട്. ആ വാക്യത്തിൽ നമ്മൾ വിചാരിച്ചെന്നാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ അമേരിക്കയുടെ മുഖമുദ്ര തന്നെ ആ ജുഡീഷ്യൽ സിസ്റ്റം, അതായത് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, അതാണ് കോടതികൾ. നിയമവാഴ്ച എന്ന് പറയുമ്പോൾ കോടതികളാണ് അവസാന വാക്ക് പറയുക. ആ കോടതികൾ പറയുന്നത് അവസാന വാക്ക് എല്ലാവരും അംഗീകരിക്കും, ഭരണകൂടവും എല്ലാവരും അംഗീകരിക്കും. അപ്പോൾ കോടതിക്ക് അർഹമായ പ്രാധാന്യമുണ്ടെന്ന്. നേരെ മറിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത്, ഈ ട്രംപ് ഒരു ഉത്തരവിടും, അത് കോടതി ഉടനെ അതിനൊരു ഇൻജങ്ഷൻ കൊണ്ടുവരും, അല്ലെങ്കിൽ അതിന് ഉടക്കിടും. പക്ഷേ ഭരണകൂടം അത് മൈൻഡ് ചെയ്യുക പോലുമില്ല. ഏറ്റവും നല്ല ഉദാഹരണമാണ് എൽ സാൽവഡോറിലേക്ക് 250 പേരെ കയറ്റി അയച്ചത്. അവർ ഈ ഗാങ് മെമ്പേഴ്സ് ആണെന്നും പറഞ്ഞാണ് കയറ്റി അയച്ചത്. പക്ഷെ അവരെല്ലാവരും ഗാങ് മെമ്പേഴ്സ് ഒന്നും അല്ല. അപ്പോൾ അങ്ങനെ അല്ലാത്തവരെയും കയറ്റി അയച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ, അവർക്ക് ഉള്ള അവകാശങ്ങൾ, കാരണം ഇവിടെ അമേരിക്കയിൽ എല്ലാവർക്കും അവകാശമുണ്ട്, വിദേശിയാണേലും സ്വദേശിയാണേലും ലീഗലാണേലും ഇല്ലീഗലാണേലും. അപ്പോൾ അവരുടെ അവകാശങ്ങൾ ഹനിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് കോടതിയാണ്. അപ്പോൾ കോടതി പറയുന്നത് വിമാനം തിരിച്ചും കൊണ്ടുവരണമെന്ന് പറഞ്ഞ്, എവിടെ വിമാനമൊക്കെ അതിനു മുമ്പ് പോയി കഴിഞ്ഞെന്ന് പറഞ്ഞ് അത് അതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയുന്നത് ദേശസുരക്ഷയ്ക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് ഭരണകൂടം ജഡ്ജിയുടെ നിർദ്ദേശം തള്ളിക്കടന്നത്, ജഡ്ജിക്ക് അതിൻ്റെ വിശദവിവരങ്ങൾ നൽകാതിരുന്നത്. അപ്പോൾ അതിനെതിരെ
ജഡ്ജി ശക്തമായ നിലപാടൊക്കെ എടുത്തു. പിന്നെ അപ്പീൽ കോടതി ചെന്നപ്പോഴത്തേക്ക് അപ്പീൽ കോടതി പറയുന്നത് ഈ നാസികൾക്ക് പോലും ഇതിനും നല്ലൊരു പരിഗണന കിട്ടിയിരുന്നു, അത്രയും പരിഗണന പോലും ഇവർക്ക് കൊടുത്തില്ല എന്നുള്ള രീതിയിലാണ്. അത് വളരെ നാസി എന്നുള്ള ആ പരാമർശത്തിനെതിരെ സർക്കാരിൻ്റെ വക്കീൽ പിന്നെ ശക്തമായ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തി. പക്ഷേ ഈ എൽ സാൽവദോറിലേക്ക് കൊണ്ടുപോയാലേ നമ്മൾ പിന്നെ കണ്ടത് അവരെല്ലാം കൂടെ കുനിച്ചു നിർത്തിയാണ് കൊണ്ടുപോയത്. എന്ന് പറഞ്ഞാൽ പെടലിക്ക് പിടിച്ച് അവരെ നേരെ നിർത്തിയല്ല, ചങ്ങലക്കിട്ട് കുനിച്ചു നിർത്തി ഓരോരുത്തരായിട്ടാണ് പിന്നെ വിമാനത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നത് കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഖേദകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ കോടതിക്ക് ശക്തമായി ഇടപെടാൻ കഴിയുമെന്ന് വിചാരിച്ചെങ്കിലും നടക്കുന്നില്ല. കാരണം പ്രധാനപ്പെട്ട കാര്യം ഈ കോർട്ടലക്ഷ്യമൊക്കെ ഉണ്ടെങ്കിലും അതൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തിക്കൊക്കെ എതിരെയാണെങ്കിൽ കോർട്ടലക്ഷ്യം പിന്നെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ഒരു ഭരണകൂടം തന്നെ കോടതിയെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ കോടതിക്ക് ഇതിനുള്ള അവകാശങ്ങളൊന്നുമില്ല, കോടതി പറയുന്നതൊന്നും ശരിയല്ല എന്നുള്ള നിലപാടിലാണ് പിന്നെ ഭരണകൂടം. അപ്പോൾ അങ്ങനെയുള്ളപ്പം പിന്നെ കോടതിയെ ലക്ഷ്യം കൊണ്ടൊന്നും കാര്യമില്ലാത്ത ഒരു സ്ഥിതി വന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് പൊതുവിലുള്ള ഇപ്പോഴത്തെ ഒരു സ്ഥിതി. ഈ ഒരു ഗ്യാപ്പിലാണ് പിന്നെ പത്രങ്ങൾ ഗോളടിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരവസരത്തിലാണ് ഇപ്പം റിപ്പോർട്ടുകളും ഭരണകൂടത്തിന് എതിരെയുള്ള റിപ്പോർട്ടുകളും വിലയിരുത്തലുകളും ശക്തമായിട്ട് ന്യൂയോർക്ക് ടൈംസിലും വാഷിങ്ടൺ പോസ്റ്റിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ആളുകളിപ്പം അവയെല്ലാം നോക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. ഇപ്പം ഞാനൊക്കെ പോലും ന്യൂയോർക്ക് ടൈംസ് ഇങ്ങനെ തപ്പിപ്പിടിച്ചിരുന്ന് അത് പണ്ട് ഈ നീണ്ട ലേഖനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മടുത്തു പോകും. അവർ പണ്ട് ഈ ഇൻ്റർനെറ്റ് വന്നപ്പോഴത്തേക്ക് ഉണ്ടാക്കിയ ഒരു സ്ഥിതിയാണ് ഡീറ്റെയിലായിട്ട് അങ്ങ് കൊടുക്കുക, ഡീറ്റെയിലായിട്ട് കടൽ പോലെ ആർട്ടിക്കിളൊക്കെ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതാണ് കേമം എന്നൊരു 10-25 വർഷം മുമ്പാണ് ആ പരിപാടി തുടങ്ങിയത്. കാരണം ഇൻ്റർനെറ്റ് ഒക്കെ വന്നതോടുകൂടി ഈ പെട്ടെന്നുള്ള വാർത്തകൾ ആളുകൾ പെട്ടെന്ന് അറിയുന്നു. അപ്പോൾ പിന്നെ ഇൻഡെപ്തായിട്ട് കൊടുക്കണം എന്നുള്ളൊരു സ്ഥിതി. പക്ഷേ ആ സ്ഥിതി മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യം ഇവർ മറന്നുപോയി, അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പം ടിക്ടോക്കിൻ്റെ ഒക്കെ കാലമാണ്. 1 മിനിറ്റും ഒക്കെയാണ് ആളുകൾക്ക് പിന്നെ ഈ പത്രം വായിക്കാനും അല്ലെ പത്രം കാണാനും വാർത്തകൾ കാണാനുമുള്ള താല്പര്യം, അത്രയേ ഉള്ളൂ. ആ സ്ഥിതി അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇൻഡെപ്ത് കൊണ്ട് ഇരിക്കുകയാണ്. ഈ 2000 വേർഡും 2500 വേർഡും ഒക്കെ എഴുതി വെച്ചാൽ ആര് വായിക്കുന്നു? എത്ര പേർക്ക് വായിക്കാൻ കഴിയും? അല്ലെ എത്ര എണ്ണം വായിക്കാൻ കഴിയും? അപ്പോൾ ചുരുങ്ങിയതൊരു 400 വേർഡോ 500 വേർഡോ ഒക്കെ ആണെങ്കിൽ മിക്കവാറും നമുക്ക് വായിക്കാൻ കഴിയും. എന്തായാലും അവർ മാറുമായിരിക്കും ഇനി കുറേ കഴിയുമ്പോഴത്തേക്ക്. എങ്ങനെയായാലും ഈ ഒരവസ്ഥയിൽ പത്രങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആ പത്രങ്ങളാണ് പെട്ടെന്ന് പത്രങ്ങൾക്കൊരു പ്രാധാന്യം കൈവന്നിരിക്കുന്നു എന്ന് മാത്രമല്ല ഒരു ബഹുമാന്യതയും. ഈ ട്രംപിനെതിരെയൊക്കെ ശക്തമായ നിലപാടുകൾ പിന്നെ എടുക്കാൻ കഴിയുന്ന ഈ പത്രങ്ങൾക്കാണ് എന്നുള്ളൊരു സ്ഥിതി വന്നിരിക്കുന്നു. ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ എലോൺ മസ്ക് പിന്നെ ഈ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലാൻ പോകുന്നു. അദ്ദേഹത്തിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ, അവിടുത്തെ ചെലവ് ചുരുക്കലിനെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. ന്യൂയോർക്ക് ടൈംസ് ഒരു റിപ്പോർട്ട് കൊടുത്തു. അദ്ദേഹം പോകുന്ന അവിടെ ചൈനയ്ക്കെതിരെയുള്ള ചൈനയുമായിട്ടൊരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ എങ്ങനെ അമേരിക്ക നേരിടും എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് വിശദീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പോകുന്നതെന്ന് റിപ്പോർട്ട് ചെയ്തു. അതിനെതിരെ ശക്തമായിട്ട് പിന്നെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രസിഡന്റ് ട്രംപ് വരെ രംഗത്ത് വന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല. ഈ എലോൺ മസ്കിന് ചൈനയിൽ ബിസിനസ്സുണ്ട്, അതുകൊണ്ട് അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ റിപ്പോർട്ട് തെറ്റാണ്. ന്യൂയോർക്ക് ടൈംസിനെ ആക്ഷേപിച്ചുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് തന്നെ രംഗത്ത് വരികയുണ്ടായി. പക്ഷേ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ പരിപാടി നടന്നില്ല, ആ മീറ്റിംഗ് നടന്നില്ല. അപ്പോൾ പിന്നെ ന്യൂയോർക്ക് ടൈംസ് അതിനെപ്പറ്റി ശക്തമായിട്ട് പറഞ്ഞത്, അത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ മീറ്റിംഗ് ആ രീതിയിൽ നടക്കാതിരുന്നത് എന്ന് അവർ ശക്തമായിട്ട് അവരും അവകാശപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ യമനിൽ നടത്തുന്ന ആക്രമണത്തെ പറ്റിയുള്ള വിവരങ്ങൾ അത് പിന്നെ സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സാപ്പൊക്കെ പോലെയുള്ളൊരു സാധനമാണ്. ആ സിഗ്നൽ എന്ന് പറയുന്ന ആ ആപ്പിൽ ഷെയർ ചെയ്യുന്നു കുറേ ഉന്നത ഉദ്യോഗസ്ഥർ, ട്രംപിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ കുറേ പേര്. അത് കൂടെ എങ്ങനെയോ പിന്നെ അറ്റ്ലാന്റിക് വീക്കിലിയുടെ എഡിറ്ററെ കൂടി അതിൽ ഉൾപ്പെടുത്തി. അത് പിന്നെ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മൈക്കിൾ വാൽസ് അദ്ദേഹം മറ്റാണ് ഇങ്ങനെ അറിയാതെ ചേർത്ത് പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആക്രമണത്തിൻ്റെ വിവരങ്ങളെല്ലാം അങ്ങേർക്കൂടെ കിട്ടി. അപ്പം പിന്നീട് അത് പ്രസിഡന്റ് അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഈ നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ചീഫ് തുളസി ഗബാർഡൊക്കെ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നുമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അത്ര വലിയ ക്ലാസിഫൈഡുള്ള കാര്യങ്ങളൊന്നും അതിലില്ല, ദോഷങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ ഇതിനേക്കാളുമൊക്കെ ഉയർന്ന രീതിയിലാണ് നമ്മുടെ സിസ്റ്റം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും
അറ്റ്ലാന്റിക് വീക്ക്ലിയുടെ എഡിറ്റർ പറയുന്ന അങ്ങനെയല്ല, കാര്യപ്പെട്ട കാര്യങ്ങളെല്ലാം അതിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയായിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയോ എത്രയോ ഈസിയായി അശ്രദ്ധമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനൊരു തെളിവ് പോലുമായി അത് പത്രങ്ങൾക്ക് കിട്ടി. അതൊരു വലിയ വാർത്തയായിട്ട് എല്ലാ പത്രങ്ങളിലും വന്നു, ന്യൂയോർക്ക് ടൈംസ് അടക്കം. എന്ന് മാത്രമല്ല, ഇമെയിലിലൊക്കെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളുമായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളെപ്പറ്റി അമേരിക്കൻ അധികൃതർക്കുള്ള വിലയിരുത്തലുകളും അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങളും ഒക്കെ ആ റിപ്പോർട്ടിലുണ്ട്, ആ ചാറ്റിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അമേരിക്കയെ പറ്റിയുള്ള തെറ്റായ ധാരണകൾ മറ്റു രാജ്യങ്ങളിൽ പോലും എത്തിപ്പെടുന്നതിന് ഇത് കാരണമായി. അപ്പോൾ അതും വലിയ വാർത്തയായിട്ട് വന്നു. അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഭരണകൂടം പറയുന്നുണ്ടെങ്കിലും അപ്പോൾ ഭരണകൂടത്തിനെ വെട്ടിലാക്കുന്ന കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിൽ വരുന്നു. ഇപ്പം ടി വിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് കണ്ടു പോയി ആളുകൾ മാറുന്നു. ആളുകൾക്ക് ഈ സെൻസേഷണൽ കാണാനാണ് ടി വി. അത് കണ്ട് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് തീർന്നു. നേരെ മറിച്ച് പത്രങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും, അത് പിന്നീട് വായിക്കാം, പിന്നീടും അറിയാം. അത് ഓൺ ദ റെക്കോർഡാണ്. അപ്പം പത്രങ്ങളെ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ പെട്ടെന്ന് വന്നിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിനാണ് നന്ദി പറയേണ്ടത്. പത്രങ്ങളത് നിലനിർത്തുമോ, ഏതെല്ലാം രീതിയിൽ നിലനിർത്തും എന്നാണ് ഇനി നമുക്ക് കാണേണ്ടത്. കാരണം പത്രങ്ങൾക്കൊരു ഓതൻറ്റിസിറ്റി ഉണ്ട്. ന്യൂയോർക്ക് ടൈംസ് ഒന്നും കള്ളത്തരമൊന്നും പറയില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കള്ളത്തരങ്ങളോ തെറ്റായ കാര്യങ്ങളോ ഒന്നും പറയില്ല എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് അമേരിക്കയിലെ പത്രങ്ങളെല്ലാം തന്നെ അതിൽ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞില്ലെങ്കിൽ കൂടി പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കും എന്നുള്ളതാണ് അമേരിക്കൻ പത്രങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഇന്ത്യൻ പത്രങ്ങളിലും മിക്കതും അങ്ങനെ തന്നെ, എല്ലാ കാര്യങ്ങളും പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പറയുന്നതൊക്കെ ശരിയായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഭരണകൂടത്തിനെതിരെ പറയാനായിട്ട് ഇപ്പം പത്രങ്ങളാണ് രംഗത്തുള്ളത്, സജീവമായിട്ടുള്ളത്. അപ്പോൾ പത്രങ്ങളാണിപ്പം ഒരു പ്രതിപക്ഷമായിട്ട് നിലകൊള്ളുന്നത്. ആ പ്രാധാന്യം കൈവന്നിരിക്കുന്നതും പത്രങ്ങൾക്കാണ്. എന്തായാലും അത് നിലനിൽക്കട്ടെ, പത്രങ്ങൾ ശക്തിപ്പെടട്ടെ എന്ന് ആശംസിക്കാം.